നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നടക്കുന്ന വിവാദങ്ങളൊക്കെ തന്നെ ഇതിനോടകം എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ശബരിമല എന്നുള്ള പേരിനുപരി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്തിനാണ് ഇയാൾ ഇത് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഒരുപാട് ആളുകളായിട്ട്, അത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, സിനിമാക്കാരായിക്കോട്ടെ, അല്ലാതെയുള്ള ഒരുപാട് ആളുകളായിട്ടുള്ള ഇയാളുടെ ബന്ധങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ നടൻ ജയറാമിലേക്ക് വരെ ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂണ്ടുകയാണ്. ഇപ്പോഴും ഈ കാണാതായിട്ടുള്ള ഈ സ്വർണ്ണപ്പാളി, അയ്യപ്പന്റെ ഈ സ്വർണ്ണപ്പാളി എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പം ജയറാമിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ അവസാനമായിട്ട് എത്തി നിൽക്കുന്നത്. അത് ഞാൻ ജയറാമിൻ്റെ ബൈറ്റ് ഞാൻ കേട്ടു, റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ബൈറ്റാണ്. പക്ഷെ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ എനിക്കും തോന്നി. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ആദ്യം പറയുന്ന അതിലെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉള്ളിൽ, അതായത് അദ്ദേഹം ഉറങ്ങിയിരുന്ന സന്ദർഭത്തിൽ ജയറാം തന്നെ അത്തരത്തിൽ പൂജ ചെയ്യണമെന്ന ഒരു എന്താ പറയുന്നത് സ്വപ്നം ഉണ്ടായി, അങ്ങനെ ദർശനമുണ്ടായി എന്ന്. അതിൻ്റെ ഫലമായിട്ടാണ് വിളിച്ചതെന്നും അതുകൊണ്ട് അങ്ങ് തന്നെ വന്ന് പൂജ ചെയ്യണമെന്ന് ജയറാമിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ജയറാം എന്ത് ചെയ്യുന്നു? അയ്യപ്പ ഭക്തനല്ലേ ജയറാം, അപ്പോൾ തീർച്ചയായിട്ടും വരുമെന്ന് പറയുന്നു. അങ്ങനെ ആ പാളി പൂജയ്ക്കായിട്ട് ഒരു പണിയുന്ന ആ ഒരു ഇവിടെ ഉണ്ടല്ലോ, പണിയുന്ന സ്ഥലത്ത്, അവിടെയാണ് നിരവധി വ്യവസായികളൊക്കെ വന്ന് പൂജ നടത്തുക. ഇപ്പം ജയറാമിൻ്റെ നേതൃത്വത്തിൽ ആ പൂജ നടത്തുന്നു. അപ്പോൾ ചോദിക്കുന്നു, ഏതായാലും തിരിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുപോകല്ലേ, എന്നാൽ അടിയൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കൊണ്ടുവന്ന് കുറച്ചു നേരം വെക്കൂ എന്ന് പറയുന്നു. പക്ഷേ അത് പോകുന്ന വഴി വെക്കുമ്പോൾ അതിനിടയ്ക്ക് ജയറാം പറയുന്ന ഒരു വസ്തുതയുണ്ട്, ഞാൻ നിരവധി പേരെ ഇതിനായിട്ട് ക്ഷണിച്ചു എന്ന്. അപ്പോൾ അതിനുള്ള സമയം എവിടെ നിന്ന് കിട്ടി? അതിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാതെ അങ്ങനെ ആൾക്കാരെല്ലാവരും കൂടെ വരില്ലല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ പോകുന്ന വഴി എന്ന് വെച്ച് ഇത് പൂർത്തീകരിച്ചതിന് ശേഷം പെട്ടെന്നല്ലേ ശബരിമലയിലേക്ക് കൊണ്ടുപോകും. ഇത് ശരിക്കും പറഞ്ഞാൽ ബംഗളൂരുവിലേക്ക് പോകുന്നതിനിടയിൽ തന്നെ 39 ദിവസത്തോളം ഇത് മിസ്സായിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിൽ ഈ പറഞ്ഞ എല്ലാ സാധനവും ഇറക്കിയില്ല, കുറച്ച് സാധനം മാത്രം ഇതുപോലെ പൂജ ചെയ്യുന്നു, തിരിച്ചു വിട്ടു എന്ന് ജയറാം പറയുന്നിടത്ത് ഇദ്ദേഹത്തിനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ അവിടെ ചെന്ന് താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ പരിചയപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ശബരിമലയിലെ ഇതുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ടാവുന്നത്. പിന്നീട് പറയുന്നു അത് എന്നാണ് എന്ന് പറയുന്നു. അപ്പോൾ 2019 കോവിഡിൻ്റെ ശേഷം ആ ഒരു സന്ദർഭത്തിലാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം വിളിച്ചതെന്ന് പറയുന്നു. അതായത് കോവിഡിന് 6 മാസം മുമ്പ് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. 6 മാസം മുമ്പാണ്. മൊത്തത്തിൽ ഒരു 5-6 വർഷമായിട്ട് അങ്ങോട്ട് പരിചയം ഉണ്ടെന്ന് ജയറാം പറയുന്നു. പക്ഷെ പിന്നീട് അതിനിടയ്ക്കൂടെ പറയുന്നു, ഇതിന് മുന്നേ വാതിലുകൾ കൊണ്ടുവന്നിരുന്നു എന്ന്. ഇത്തരത്തിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു, അതിൻ്റെ പുറകെ ഞാൻ പോയിരുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടു. അപ്പോൾ ആദ്യം ജയറാം പറയുന്നു കുറച്ച് നാൾ മുമ്പാണ് എനിക്ക് പരിചയം. പിന്നീട് പറയുന്നു ഇതിനു മുന്നേ എനിക്ക് ഈ പറഞ്ഞതുപോലെ വാതിലുകൾ കൊണ്ട്, അതും ഇതേലെ ദർശനത്തിൻ്റെ പേര് പറഞ്ഞു. സ്വപ്നത്തിൽ എപ്പോഴും ജയറാമിനെയാണ് കാണുന്നത് പൂജ ചെയ്യാൻ. അപ്പോൾ അന്നേരം ഇതുപോലെ വിളിച്ചിരുന്നു. അവിടെ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്ത് തന്നെയായാലും പാവം ജയറാം ഒരുപക്ഷെ സ്വർണ്ണപ്പാളിയൊന്നും അയ്യപ്പൻ്റെ കട്ടെടുക്കാൻ നിർവാഹമില്ല. പക്ഷേ ഇതിൽ ഏടാകൂടത്തിൽ പെട്ടുപോയി എന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ പല ആൾക്കാർ ഇതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന പല വസ്തുത, വിജയ് മല്യ കൊടുത്തത് ചെമ്പ് ആണോ എന്നുള്ളതല്ല. അന്നത്തെ ഉണ്ടായിരുന്ന തന്ത്രി ഉൾപ്പെടെ പറയുന്നു 30 കിലോ സ്വർണം പൂശിയ സംഗതി തന്നെയാണ് കൊടുത്തത്. പിന്നീട് ദേവസ്വം ബോർഡ് പറയുന്നത്, കണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങളെ ക്രൂശിക്കാൻ വേണ്ടി വന്നു, ഇപ്പം കണ്ട അയാളിൽ നിന്ന് പലതും വരുന്നത്. അപ്പോൾ അതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ദേവസ്വം ബോർഡിൻ്റെ അനുവാദമില്ലാതെ ഒരു തരി മുതൽ ക്ഷേത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇത്തരത്തിലുള്ള സ്വർണ്ണ പൂശലുകൾ അല്ലെ സ്വർണ്ണപ്പണികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ നടത്തണമെന്ന് കർശനമായ നിർദ്ദേശം ഇരിക്കുകയാണ്. ഇത്തരത്തിൽ പലതവണ പോയിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഈ പറയുന്ന സ്വർണ്ണപ്പാളി ശ്രീകോവിലിൻ്റെ കവാടം ഉൾപ്പെടെ പോയിട്ടുണ്ട്. വാതിലിൻ്റെ പൂട്ട്, ഇനി അവിടെ പോവാൻ ഇനി എന്താണുള്ളത്? ഇതെല്ലാം പോകുന്നത് തിരിച്ചായിട്ട് വന്നിട്ടുള്ള എല്ലാം ചെമ്പായിട്ട്. ഇനി അയ്യപ്പൻ അവിടെ ഏതവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ.
അപ്പൊ ഇത് ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാണ്ട് എങ്ങനെ പോയി? 1998 കൊണ്ടുവന്ന വിജയ് മല്യയുടെ സ്വർണം ചെമ്പായെന്ന് ഇപ്പോൾ അടുത്ത ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് 2019 ഇത് പോയിരിക്കുന്നത്. 2019 കാലഘട്ടത്തിലാണ് ഇത് പോയിരിക്കുന്നത്, പുറത്തു പോയിരിക്കുന്നത്. അതിനു മുന്നേ പുറത്തു പോയതായിട്ടുള്ള വിശദ വിവരങ്ങൾ നമുക്കറിയില്ല. അപ്പൊ അതിന് മുന്നേ ആണെങ്കിലും ഒരുപക്ഷെ 3-4 വർഷം മുമ്പാണെങ്കിലും പിണറായി സർക്കാരിന്റെ ഒരു വർഷ കാലത്തായിരിക്കും അല്ലേ, ആ സമയത്ത് തന്നെ. അപ്പൊ ഈ ഒരു 10 വർഷത്തിനകത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാണ്ട് അവിടുന്ന് ഒരു തരി മാത്രമല്ല, ഇദ്ദേഹം ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ വരെയുണ്ട്. എന്തിനാണ്? ശബരിമലയിലെ പുതിയ ആംബുലൻസുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ്, ഭീമ ജുവലറി ആയിട്ടുള്ള സ്പോൺസർഷിപ്പിന്റെ പേരിൽ ആംബുലൻസോ ജീപ്പോ ഒക്കെ അങ്ങനെ എന്തോ അല്ലേ, ജീപ്പോ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇനോഗ്രേഷൻ താക്കോൽദാന ചടങ്ങിലും അദ്ദേഹത്തിനെ ആദരിക്കുകയല്ലേ ചെയ്യുന്നത്, അതിന് കൈമാറുന്നതിനൊപ്പം തന്നെ ഒരു ആദരം അവിടെ എല്ലാരെയും മുൻപിൽ നിർത്തിക്കൊണ്ട് ഒരു പൊന്നാട അണിയിക്കുന്നു. അപ്പൊ പിണറായി വിജയന് പൊന്നാട അണിയിക്കുന്നു അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫോട്ടോകളെല്ലാം ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പോ സോണിയാഗാന്ധി, അതുപോലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ്, പോലീസ് മേധാവിയായിട്ടുള്ള ചന്ദ്രശേഖർ, ADGP ശ്രീജിത്ത്, ഇവരുടെ ഒക്കെ ഒപ്പമുള്ള ചിത്രങ്ങളാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒന്നും നമ്മൾ മനസ്സിലാക്കുക. ഇതില് എന്താ പറയുന്ന, അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി ആരാണ് ശരിക്കും? ആരാണ്? അവിടുത്തെ ജീവനക്കാരനല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ കീഴ്ശാന്തിയുടെ ഹെൽപ്പറായിട്ട് എന്തോ വന്ന വ്യക്തി എങ്ങനെ ശബരിമലയെ മൊത്തം ഉള്ളം കയ്യിൽ എടുത്തു? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് അയച്ചത്? ഇത്ര കോടാനുകോടി രൂപയുടെ തട്ടിപ്പുകൾ, നെയ്ത്തേങ്ങ ഉടയ്ക്കുന്നതിൽ വരെ തട്ടിപ്പുകൾ, അവിടുത്തെ പുതിയ പൂജ ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്, അത് അഷ്ടദ്രവ്യ ഹോമം അങ്ങനെ എന്തോ ഇത്. അപ്പൊ ശരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ അയ്യപ്പനെ മൊത്തത്തിൽ അടങ്കലിങ്ങ് വാങ്ങിയോ? അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ ശബരിമല അല്ല, നെയ്ത്തേങ്ങ ഉടയ്ക്കുന്നതിൽ പോലും സ്പോൺസർഷിപ്പ് ഇദ്ദേഹം അവിടുത്തെ ചെയ്യാത്ത സ്പോൺസർഷിപ്പ് ചുരുക്കമാണ്. നെയ്ത്തേങ്ങ ഉടയ്ക്കുന്നതില്, നെയ്യഭിഷേകം നടത്തുന്നതില്, പിന്നെ ഈ പറഞ്ഞോണം സ്വർണം പാളികൾ കൊണ്ടുവരുന്നതിൽ, അന്നദാനത്തില് 6 ലക്ഷം രൂപ ഒരു ദിവസത്തെ അന്നദാന ചടങ്ങ്. പക്ഷെ വ്യവസായികളിൽ നിന്ന് വാങ്ങിക്കുന്ന അതിന്റെ 10 ഇരട്ടി. അപ്പൊ ഇത്തരത്തിൽ മൊത്തത്തിൽ സ്പോൺസർഷിപ്പും ഇവിടുന്ന് സ്വർണ്ണപ്പാളിയൊക്കെ അങ്ങ് എടുത്തോട്ട് പോവുക. അത് 30 കിലോ 40 കോടാനുകോടി രൂപയുടെ സ്വർണ്ണപ്പാളി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചതാര്? ദേവസ്വം ബോർഡിലെ ഏത് ഉദ്യോഗസ്ഥൻ, ഏത് പ്രസിഡന്റ് അല്ലേ, ഏത് തന്ത്രി ഇത് ഇളക്കി മാറ്റിച്ചോണ്ട് പോയപ്പോ ക്യാമറ നിരീക്ഷണത്തിലുള്ള പോലീസ് സന്നാഹത്തിലുള്ള ശബരിമലയിൽ നിന്ന് ആരുടെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുപോയി? ഒരു സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, കൊണ്ടുപോകുമ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ് സംഭവിച്ചത്? ഇത്തരത്തിൽ ഒരു തവണയല്ല, അതിന്റെ ഇപ്പൊ ജയറാം പറയുന്ന അതിന്റെ വാതിലിന്റെ പൂട്ട് വരെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന്, കവാടം വരെ. അപ്പൊ മാത്രമല്ല, ഈ സ്മാർട്ട് ക്രിയേറ്റർ എന്ന് പറയുന്ന അവിടേക്കാണ് കൊണ്ടുപോയത്. അപ്പൊ അവര് പറയുന്നത് എന്താണ്, ഇത് കൊണ്ടുവന്നത് ചെമ്പായിരുന്നു എന്ന്. അപ്പൊ ഈ 39 ദിവസത്തിനിടയിൽ എന്ത് സംഭവിച്ചു? ഈ സ്വർണം ചെമ്പായത് എങ്ങനെ? ഹൈദരാബാദ്, അതായത് ഇവിടുന്ന് നേരെ ബംഗളൂരുവിൽ കൊണ്ടുവന്നു. ബംഗളൂരിൽ എത്താതെ ഹൈദരാബാദിൽ നിന്നും ഇത് എന്ത് ചെയ്തു? ഇത് അവിടെ കൊടുക്കാതെ, ഈ കമ്പനി കൊടുക്കാതെ ഹൈദരാബാദിൽ നിന്ന് ഇതേപോലുള്ള ഒരു മോഡൽ, ചെമ്പിന്റെ മോഡൽ ഉണ്ടാക്കി എവിടെ കൊടുക്കുന്നു? സ്വർണം പൂശാൻ ബംഗളൂരിൽ കൊടുക്കുന്നു. ആദ്യം ഈ സ്മാർട്ട് ക്രിയേഷൻസ് അവർ ഏറ്റെടുത്തില്ല എന്ന് തോന്നുന്നു. അവർ അവരുടേതായ ഇതല്ലാതെ അവർ ഏറ്റെടുക്കില്ല. മാത്രമല്ല അവർ കൊടുക്കുന്നതിൽ ഈ തേയ്മാനങ്ങളാണ് സംഭവിച്ചത്. അപ്പൊ സ്വർണം അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമല്ല. അപ്പൊ ഇത് കൊണ്ടുവന്നത് മൊത്തം ചെമ്പാന്ന് അവര് തന്നെ പറയുന്നത് കേട്ടു. അപ്പൊ ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പുകൾ നടന്നു. ഇത് ലിങ്ക് ചെയ്താണ് പോകുന്നത്. ഇതിന്റെ ശരിക്കും ഒന്ന് പിടിച്ച് ഇതിനകത്ത് കമന്റുകളൊക്കെ വെക്കുമ്പോൾ 2 ചെകിട്ടത്ത് പൊട്ടിച്ച ഉണ്ണികൃഷ്ണൻ പോരി തത്ത പറയും പോലെ പറയില്ലേ എന്ന് നമ്മൾ നോർമലി കമന്റുകൾ വായിക്കുമ്പോൾ ചോദിക്കുന്നത് പോലെ അത്രയൊന്നും വേണ്ട, പൊട്ടിക്കൊന്നും വേണ്ട. കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടായ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഇനിയിപ്പോ വിജയ് മല്യ തപ്പി പോകണം, സ്വർണ്ണമാണോ വെള്ളം, പക്ഷെ അത് വിജയ് മല്യ തപ്പി പോകേണ്ട കാര്യമില്ല. അന്നത്തെ കാലത്തെ രജിസ്റ്ററിൽ അല്ലെങ്കിൽ അന്ന് കൊടുത്ത ബില്ല് സഹിതമല്ലേ കൊടുക്കുന്നത്. ആരും ഒരു ദേവനോ ദേവിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാധനാലയങ്ങൾക്കോ ഞങ്ങൾ സ്വർണം കൊടുത്തേ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബ്രാൻഡ് ഒന്നും ക്രിയേറ്റ് ചെയ്യണ്ട. പ്രത്യേകിച്ച് വിജയ് മല്യ പോലുള്ള ഒരാൾക്ക് കേരളത്തിൽ വന്ന് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്വർണം കൊടുത്തേ സ്വർണം. മാത്രമല്ല അന്ന് സ്വർണ്ണമാണോ ചെമ്പാണോ വെറും പിത്തളയാണോ എന്നുള്ളത് അവർ പരിശോധിച്ചതിന് ശേഷമല്ലേ അവർ എടുക്കുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത്. അവരുടെ കയ്യിൽ മറ്റ് ബില്ലുകളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. ഇപ്പൊ ശബരിമല കൊടുക്കുന്ന അതും കോടാനുകോടി ഒരു വസ്തുവാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ
എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്തിരിക്കും. കാരണം നാളെ അതിന്റെ പണികൾ, അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ടുകളൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതെല്ലാം കൊടുത്തിരിക്കും. അപ്പോൾ പക്ഷേ ഇതൊന്നും ഇവിടെ ഇപ്പോൾ കാണാനില്ല. അപ്പോൾ എവിടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്? എവിടെയാണ് ഇത് മാറ്റിയിട്ടുള്ളത്? എന്തെങ്കിലും തരത്തിലുള്ള ഇത് നടന്നിട്ടുണ്ടോ? അത് ഒരു പക്ഷേ ദേവസ്വം ബോർഡിന് മാത്രമാണ് ഇത് പഴിചേരേണ്ടതുള്ളൂ. കാരണം ദേവസ്വം ബോർഡ് അറിയാണ്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഭരണത്തിലുള്ള ഒരു ക്ഷേത്രത്തിലെ ഇത്തരത്തിൽ സ്വർണം വെറും പോറ്റി എന്ന് നമ്മൾ പറയുന്നു എന്നല്ലാതെ അദ്ദേഹം ആ ശബരിമലയിലെ ഒരു സ്ഥാനമാനങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ എത്തരത്തിലാണ് കൊടുത്തു വിട്ടത്? എന്ത് ഇതിന്റെ പുറത്താണ് കൊടുത്തു വിട്ടത്? തന്ത്രിയല്ല, വേറൊന്നുമല്ല. ഏതിന്റെ പുറത്താണ്? വെറും ഒരു സ്പോൺസർ എന്നുള്ള രീതി, ഒരു മീഡിയേറ്റർ എന്നുള്ള രീതി, അത് മറ്റു പല കാര്യങ്ങൾ. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, അതായത് ശ്രീകോവിലിനകത്തുള്ള പാളികൾ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ടത്? അവിടെയാണ് ചോദ്യം വരുന്നത്. അപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഇപ്പോഴുള്ളവരും മുന്നേ ഉള്ളവരും ഇവിടെ വന്നിട്ടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കാര്യമായിട്ടുണ്ട്. മുന്നിൽ ചോദ്യം ചെയ്യാൻ ഇത് തെളിയിക്കുന്നു. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പത്തിക്ക് കൂടുതൽ ആരും അടിക്കത്തില്ല. കാരണം അങ്ങനെ പട്ടിക്ക് അടിച്ച പലതും പുറത്തു വരും. അതുകൊണ്ട് ഇത് തേച്ചു മാച്ച് കളയാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ തേച്ചു മാച്ച്, കാരണം ശരിക്കും വിശ്വാസികളുടെ ഇടയിലേക്കുള്ള ഒരു ഹിന്ദു സംഘടന ഇപ്പോൾ അത് വലിയ പ്രതികരിക്കുന്നു. ഒരു സംഘടനകൾ മതവിഭാഗത്തിൽപ്പെട്ടതാണ് അവര് അവർ അവിടുന്ന് ഇത്തരത്തിൽ കൊണ്ടുപോവില്ലല്ലോ. ഇപ്പം ഒരു ചർച്ചിൽ ഒരു സഭയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാത്തലിക്സ് സഭയിലാണെങ്കിൽ അവർക്കുണ്ട് അവരുടേതായ കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനെയൊന്നും ആരും കട്ടുമോട്ടിച്ച് ഇതുപോലെ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. ഇത് ചാക്ക് കണക്കിന് കിലോ കണക്കിന് സ്വർണവും പണവും ഒക്കെ വാരിക്കുട്ടി ചാക്കിൽ എവിടെയെങ്കിലും ഒക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. ഇത് തിട്ടപ്പെടുത്തി ഇതിന്റെ ഓഡിറ്റിംഗ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നില്ല. അങ്ങനെ ഭയങ്കര വലിയൊരു അഴിമതി അലംഭാവവുമായിട്ട് ശബരിമല മാറിയിരിക്കും. ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അപ്പൊ ഇവിടെ ഇത്രയും ഉദ്യോഗസ്ഥരുണ്ട്, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരുണ്ട്, നല്ല ശമ്പളം കൊടുത്ത് നിർത്തിയവരുണ്ട്. ഇവർക്ക് ഈ ജോലിയല്ല പിന്നെ എന്ത് ജോലിയാണുള്ളത്? അപ്പം അയ്യപ്പന് ഈ ശബരിമല പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഫണ്ട് തന്നില്ല. എന്തിനാ സർക്കാരിന്റെ ഫണ്ട്? അയ്യപ്പന് കോടാനുകോടി രൂപയുടെ സ്വത്തുകൾ കിടക്കും. എന്തിനാണ് സർക്കാർ ഫണ്ട്? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? ആര് കട്ടുമുടിക്കുന്നു? ഒരിതും അറിയില്ല. അതിന് ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത് കൃഷ്ണ എന്തോ കുറച്ചെടുത്തിട്ട് താൻ പാതി മറ്റേ പാർട്ടി പാതി എന്ന് പറഞ്ഞതുപോലെ കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് പാളിയുടെ കുറച്ച് ഇങ്ങോട്ട് എടുത്താണ്, പാളിയുടെ പകുതി അങ്ങോട്ട്. ഒന്നാതെ നമ്മുടെ പിണറായി സർക്കാരിന് മൊത്തത്തിൽ സ്വർണത്തിൽ ഒരു വെട്ടുകിളി പോലുണ്ട്. മൊത്തത്തിൽ ഒരു സ്വർണത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട്. മറ്റേ ചെമ്പ്, സ്വർണ്ണച്ചെമ്പ്, ബിരിയാണി ചെമ്പിലെ സ്വർണ്ണം. ഈ സ്വർണ്ണമായിട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്തായാലും പാളിയിലെ ഏകദേശം 4 കിലോ സ്വർണ്ണമല്ല 30 കിലോയും ഇപ്പൊ കാണുവാനില്ല. വി.ഡി. സതീശൻ പറഞ്ഞ 4 കിലോ അല്ല 30 കിലോയും പോയി, തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. അതെങ്ങോട്ട് പോയി എന്നുള്ളത് അറിയില്ല. വിജയ് മല്യ ഇനിയിപ്പോ അങ്ങോട്ടായോണ്ട് അറിയാനും പറ്റത്തില്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ പഴയ ബില്ലുകൾ, പഴയ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ ഇത് ഒരു പക്ഷെ തെളിയും. പക്ഷെ ഇതിന് ശേഷം ഇത് ഇവിടെ നിരവധി കാര്യങ്ങളിൽ ഇടപെടാൻ ശബരിമലയിലെ ഇപ്പൊ ജയറാം പോലുള്ള പ്രമുഖ വ്യക്തികളെ ചെന്ന് കോണ്ടാക്ട് ചെയ്യാനും അവരിലൂടെ പല കാര്യങ്ങൾ ശബരിമലയിൽ ചെയ്യാനും അതുവഴി പല അഴിമതികൾ നടത്താനും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിക്ക് ആരാണ് അനുമതി കൊടുത്തത്, അനുവാദം കൊടുത്തത്? അദ്ദേഹം ആരാണ്? അദ്ദേഹം എങ്ങനെയാണ് കയറി? ഇതൊക്കെ ആരും പുറത്തു വിടുന്നത്? ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മണ്ടേ പഴിയായിരുന്നു. അദ്ദേഹം എന്തോ മേൽശാന്തിയാണോ കീഴ്ശാന്തിയാണോ? അപ്പൊ അദ്ദേഹം ആരാണ്? നിങ്ങൾ അദ്ദേഹത്തിന്റെ എതിരെ പരാതി കൊടുക്കുന്ന അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേരെ വിരൽ ചൂണ്ടുമ്പം നിങ്ങൾ എന്താണ്, അദ്ദേഹം എന്താണെന്ന് ആദ്യം ചിന്തിക്കുക. അദ്ദേഹത്തിന് ആ ശബരിമലയിൽ അങ്ങനെ കയറി അർമാദിക്കാൻ ആരാണ് അവകാശം കൊടുത്തത്, അനുവാദം കൊടുത്തത്? അപ്പം നിങ്ങളൊക്കെ തന്നെയാണ്, ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ്, നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രി തന്നെയാണ്, നിലവിലിരിക്കുന്നത് നേരത്തെ ഭരിച്ചവരും ഒക്കെ തന്നെയാണ്, പിണറായി സർക്കാരാണ്. അല്ലാതെ വേറെ ആരും അല്ലല്ലോ അനുവാദം കൊടുത്തിട്ടുള്ള. അവിടെ ചെന്നാൽ നമ്മൾക്ക് പോലും എന്തോരം ക്യൂ നിന്നാണ് ഈ സാധാരണ ആൾക്കാർ പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെ ചെന്ന് കണ്ടാൽ VIP ഉൾപ്പെടെ കയറ്റിവിടാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടെങ്കിൽ ശബരിമലയിലെ ആരാണ് അദ്ദേഹം എന്നുള്ളതാണ് ചോദ്യമാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ട് എന്ന് പറയുന്നിടത്ത് പക്ഷെ പെട്ടത് ദേവസ്വം ബോർഡും നമ്മുടെ LDF സർക്കാരുമാണ്. ആഗോള അയ്യപ്പ സംഘത്തിന് ശേഷം എന്താണെന്ന് പറഞ്ഞാൽ കണ്ടകശനി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അയ്യപ്പൻ തുടരെ ഈ പറഞ്ഞോണം കൊടുത്തു. ഇത് എത്ര നാളായിട്ടുള്ള ഒത്തുകച്ചവടമാണ്.
എന്തോരം. അപ്പം ഇതിപ്പം ഒരു സ്വർണ്ണപ്പാളിയുടെ പേരിലുള്ള തട്ടിപ്പ് മാത്രം പുറത്തു വിട്ടു. അപ്പം എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ഇതൊക്കെ പുറം ലോകം അറിയുന്നുണ്ട്. ഇതെങ്ങനെയും തേച്ചു മാച്ച് കളയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷെ ഇപ്പൊ ജയറാം പല കാര്യങ്ങളും പുറത്തു വിടുമ്പോൾ ഇതിനു മുന്നേ ഈ പറഞ്ഞോണം ശ്രീകോവിലിന്റെ കവാടം വരെ അഴിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ കീ വരെ ഇത്തരത്തിൽ എടുത്തോണ്ട് പോയിട്ട് പൂജ ചെയ്യുക. ഇതെന്തോന്ന് ഇത് മാത്രമല്ല, ജയറാമിന് പറ്റിയ ഒരു ഇതെന്ന് പറയുന്നത് ഇതേ ഒരു പക്ഷെ ജയറാമിനെ അറിയില്ല. കാരണം എല്ലാരെയും കൂടെ ഒക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഇത് ദേവസ്വം ബോർഡൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഇതായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കുറ്റം പറയാം. പക്ഷെ അവിടെ അദ്ദേഹം വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് ഇദ്ദേഹത്തിന് എന്താ ആദ്യം പറഞ്ഞു 2019 കോവിഡ് മുതൽ ആ സമയം മുതൽ എനിക്കറിയാം, ഏകദേശം 6 വർഷമായിട്ട് അറിയാം, കോവിഡിന് 6 മാസം മുമ്പ് മുതൽ അറിയാം. പിന്നെ പറയുന്ന അതിനു മുന്നേ ഇത്തരത്തിൽ കവാടം കൊണ്ടുവന്നിട്ടുണ്ട് 2-3 വർഷം മുമ്പ് അങ്ങോട്ട്. അപ്പൊ എത്ര വർഷം മുതൽ അറിയാം? അവിടെ തന്നെ ഒരു വിരുദ്ധത വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഇതിങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ അയ്യപ്പൻ ദർശിച്ചു, പോറ്റിക്ക് ദർശിച്ച് ഇങ്ങനെ അങ്ങ് തന്നെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ മാത്രം അങ്ങ് ഈ ഒരു കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി. എന്തോ ആയിക്കോട്ടെ, അത് വിശ്വാസമായിരിക്കാം. രണ്ടാമത് ഈ പറയുന്നത് പോലെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട്, ഒരുപക്ഷെ എന്നെക്കാളും അധികം നന്നായിട്ട് അറിയാവുന്ന നടനാണ് ജയറാം. അപ്പൊ ജയറാം ഒന്ന് മനസ്സിലാക്കുക, ശബരിമല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള നമ്മുടെ സർക്കാരിന്റെ ഭരണത്തിന് കീഴിലുള്ള വലിയൊരു ക്ഷേത്രമാണ്. ഒരുപക്ഷെ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവൂല, ആഗോള തലത്തിൽ ലോകമെമ്പാടും ഒരുപക്ഷെ വിശ്വാസികളുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ശ്രീകോവിലിന്റെ കവാടം അങ്ങേപ്പോലുള്ള ഒരാളുടെ വീട്ടിൽ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അങ്ങൊന്ന് ചിന്തിക്കുക. പന്തളം കൊട്ടാരത്ത് നിന്ന് കൊണ്ടുവരുന്ന ആടയാഭരണങ്ങൾ എങ്ങും വെക്കാതെ നിലം തൊടാതെ കൊണ്ടുവന്ന് അയ്യപ്പനിൽ ഇടുന്നത് ശ്രീകോവിലിന്റെ കവാടം അങ്ങയുടെ വീട്ടിൽ പുഷ്പം പോലെ കൊണ്ടുവച്ച് തരാൻ പറ്റുന്ന പോറ്റി അങ്ങ് വിശ്വസിച്ചല്ലോ, അതോ മനഃപൂർവ്വം വിശ്വസിച്ചതാണോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ വിശ്വസിക്കാൻ മാത്രം ബുദ്ധിഹീനല്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ചിലപ്പോൾ ചില നമ്മൾ ബുദ്ധിയോടെ ഇരിക്കുമ്പോൾ ചില തട്ടിപ്പ് വീരന്മാർ ഇത്തരത്തിൽ അദ്ദേഹത്തിനെയും തട്ടിച്ചതായിരിക്കാം. പക്ഷെ അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ഇങ്ങനെ ഇത്തരത്തിൽ കവാടം കൊണ്ടുവന്ന് വെച്ചിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകുന്നതിൽ പടിപൂജ അങ്ങേയും കൊണ്ട് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ മലയാളികൾക്ക് പറ്റത്തില്ല. ഏതായാലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അങ്ങ് ഇതിൽ നിന്ന് സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ ഇടയിലേക്ക് വീഴാതിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കാലയളവ്, ഇപ്പം കോവിഡിന് മുമ്പ് 6 മാസം മുമ്പ് എന്തോ കണ്ടു എന്ന് പറയുമ്പോൾ അതിന് മുന്നേ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. അതിലൊരു വൈരുദ്ധ്യം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അന്വേഷണം അങ്ങോട്ട് നല്ല രീതിയിലൊന്നും നടക്കുന്നില്ല. ഇതിപ്പോൾ മാധ്യമങ്ങളാണ് അന്വേഷിച്ച് കണ്ടെത്തുന്നത്, എന്നിട്ട് പോലീസ് ഒന്നും മിണ്ടാതിരിക്കുന്നു, വിശ്വാസികൾ മിണ്ടാതിരിക്കുന്നു. NSSലെ സുകുമാരൻ നായരൊക്കെ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇത് തപ്പിയെടുക്കേണ്ടി വരും. വെള്ളാപ്പള്ളിയൊന്നും കാണാനേ ഇല്ല ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇവരെയൊന്നും കണ്ടു കിട്ടുന്നില്ല. അപ്പൊ ഇതാണ് സമുദായ സംഘടനകൾ. ഇപ്പൊ സമുദായ സംഘടനകളുടെ നേതാക്കൾ ഇത്തരത്തിലാണ്. അതുകൊണ്ട് വിശ്വാസികളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ തന്നെ അയ്യപ്പന് തുണ. അത്രേ എനിക്ക് പറയാനുള്ളൂ.